എന്താണോ പതിവ് പോലെ നങ്കൂരിടാൻ നീ മറന്നുപോയി, അത്ര തന്നെ. പേടിക്കണ്ട, ഞാനാ. എല്ലാരും വരൂ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും പ്ലാൻ മനസ്സിലായല്ലോ. ഇനി എല്ലാരും അവരവരുടെ പൊസിഷനിലേക്ക് പൊയ്ക്കോളൂ. പിന്നെ ആരും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരുത്തരം ഞാൻ ഒതുക്കിക്കോളാം. തനിച്ച് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെവിയ. ഒരുമിച്ച് നിന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ശരി, ഞാൻ പറഞ്ഞതുപോലെ നീ ഈ വശത്തേക്ക് പോകും. നമ്മൾ രണ്ടുപേരും ഒന്നു ചേരുന്ന സ്ഥലം ആ തിമിംഗലമുള്ള സ്ഥലം, മനസ്സിലായോ? ഹലോ സാർ, എങ്ങോട്ടാ പോകുന്നത്? ഈ ദ്വീപിന്റെ മറ്റേ അറ്റത്തോട്ട് പോവാ. ആദ്യ സൈൻ ബോർഡ് നോക്ക് സാറേ. ഇത് പോകാൻ പാടില്ലെന്നുള്ള ബോർഡല്ലേ? ആഹാ, സിഗ്നൽ എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാലോ. ദ്വീപിന്റെ ആ ഭാഗത്ത് പോകണമെങ്കിൽ വേറെ വശത്തൂടെയാണ് പോകേണ്ടത്. കണ്ടാൽ ജീനിയസിനെ പോലുള്ള താങ്കൾക്ക് ഈ വഴിയിലൂടെ പോകാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾ ഇപ്പൊ എന്നെ ബുദ്ധിശാലിന്നാണോ പറഞ്ഞത്? അതെ, എന്താ ചോദിച്ചത്? അല്ല, നിങ്ങൾ ആ തിമിംഗലത്തിനെ പിടിക്കാൻ വന്നതാണോ? എന്തോന്ന് തിമിംഗലോ? അല്ല, ഞാനേ ആക്ച്വലി ഞാനൊരു സ്പോർട്സ് താരമാണ്. അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ആഹാ, താങ്കൾ ഒരു ചാമ്പ്യൻ ആണോ? എങ്കിൽ താങ്കൾക്ക് തീർച്ചയായും പോവാം. അയ്യോ അയ്യോ, ഇതിനകത്ത് പെയിന്റ് ഉണ്ട്. പെയിന്റ് ചെയ്യാനുള്ള ബ്രഷസ് ഇനി തന്നെ വെച്ചോട്ടെ. ഇതാണ് ഫോഴ്സ് പൈപ്പ്. ഇത് നീ തന്നെ വെച്ചോണേ മോബി. എല്ലാം ശ്രദ്ധയോടെ വേണം. ചെവിയ, നീ എന്റെ കൂടെ വാ. ഓക്കെ, ഇപ്പോൾ ആ തിമിംഗലത്തിനെ പിടിക്കാനുള്ള സമയമായി. നമ്മുടെ കയ്യിൽ ഇനിയും 2 വെടിയുണ്ടകൾ ബാക്കിയുണ്ട്. ബോസേ ബോസേ ബോസേ, ഇയാൾ എവിടെ പോയി കിടക്കുക? തുഴഞ്ഞ് എന്റെ കട്ടയും കൂടെ മുടങ്ങി. തിമിംഗലം, പെട്ടെന്ന് നിന്റെ മാസ്ക് എടുത്ത് വെക്ക ചെവിയ. ഇപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് ചാടാൻ പോവാണ്. ഈ മാസ്ക് ഇട്ടാലേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നെ പോലെയുള്ള തീരന് അതിന്റെ ആവശ്യമില്ല. നീ വേണമെങ്കിൽ വെച്ചോ കേട്ടാ. ഗോൽമാൽ ഇപ്പോ ഈ വഴി തന്നെ വരും. അപ്പോൾ ആ തിമിംഗലം അവനെ കണ്ട് പേടിച്ച് ഈ വശത്തേക്ക് വരും. ഞാൻ ഉടനെ അതിനെ പിടിക്കും. ഇത്രയും നേരം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവൻ എത്തേണ്ട സമയം കഴിഞ്ഞുവല്ലോ. എന്തോന്നത്? നീ ഇവിടെ എന്ത് ചെയ്യുക ഗോൽമാൽ? അത് വൺ വേ കൂടെ പോകാൻ പാടില്ലെന്ന് ട്രാഫിക് പോലീസുകാരൻ പറഞ്ഞു. ശരി, നീ വെറുതെ ശബ്ദം ഉണ്ടാക്കാതെ. അവിടെ ഒരു തിമിംഗലമുണ്ട്. ഞാനിപ്പോൾ എന്റെ പീരങ്കി ഉപയോഗിക്കും. അങ്ങനെ തിമിംഗലത്തിനെ ഞാൻ പിടിക്കും. ഹായ് ക്യാപ്റ്റൻ, നിങ്ങൾ മിസ് ചെയ്തു. നിങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു പാറയാണ്. അതെയോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇതാ എന്റെ കയ്യിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാൻ തീർച്ചയായും തിമിംഗലത്തിനെ പിടിക്കും. മതിയായല്ലോ. ഓക്കെ ആഞ്ചലോ, ഇനി ഞങ്ങളെ കരയ്ക്ക് കൊണ്ടുവിട്. ഓക്കെ. അതിനുശേഷം എന്തായെന്നോ? അവരെല്ലാരും സന്തോഷമായിട്ട്. നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നതിന് ഇനിയും കുറെ സമയം എടുക്കുന്നു തോന്നുന്നു ഫ്രണ്ട്സ്. കാരണം ശക്തിയായിട്ട് അലയടിക്കുന്നുണ്ട്. നല്ല ഐഡിയ ആണ് മഞ്ഞക്കിളി. നമുക്ക് ഈ ബീച്ചിൽ പന്ത് കളിക്കാം. നിങ്ങൾ കളിക്ക്, ഞാൻ പോയി ബുക്ക് ഒന്ന് വായിച്ചു തീർക്കട്ടെ. കളി തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് ടീം സെലക്ട് ചെയ്യാം. ഞാൻ ഈവൻ എടുക്കാം. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനോ? ഞാൻ ഓഡ് നമ്പർ എടുത്തോളാം. ഉറപ്പാണോ? ഈവൻ ഞാൻ എടുത്താൽ ഓഡ് നമ്പർ നീ തന്നെ എടുക്കണം. അതറിയില്ലേ? 1 2 3 4 3 7. അപ്പൊ ഞാനാണ് വിൻ ചെയ്തത്. 7 ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. അതൊന്നും എനിക്കറിയണ്ട. എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞത് 7 ഈവൻ നമ്പർ ആണെന്നാണ്. ഞാൻ മഞ്ഞക്കിളി എടുത്തോളാം. ഞാനിപ്പോ ആരെയാ സെലക്ട് ചെയ്യുന്നത്? ഞാൻ ലിയോ എടുത്തോളാം. അപ്പൊ ഞാൻ ആരുടെ ടീമില്ല? നീ 2 ടീമിന്റെയും സ്കോർ നില എഴുത്. നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നിനക്ക് ബോൾ പറക്കാനുള്ള ചാൻസ് തരാം. ഹായ്, അപ്പൊ ഞാനും ടീമിലുണ്ടല്ലേ? ഇല്ല ചെവിയ, ബോൾ നിന്റെ അടുത്ത് വന്നാ മാത്രം നീ ഞങ്ങൾക്ക് എറിഞ്ഞു തന്നാ മതി. ഇത് എന്റെ ടേൺ ആണേ. വൗ, സൂപ്പർ ഷോട്ട്. മഞ്ഞക്കിളി, ഇനി നീ കളിക്ക്. ഞാൻ നോക്കിക്കളാം മഞ്ഞക്കിളി. നിന്റെ സെൽഫോൺ ഓഫ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? മോബി ചെറുപ്പത്തിൽ സെൽഫോൺ വിളിക്കില്ലേ? അതിൽ നിന്നാണ് ശബ്ദം വരുന്നത്. എന്താ മെസ്സേജ് നോക്കാം. പെട്ടെന്ന് ആ ഫോൺ എടുത്ത് സംസാരിക്കാം. ഹലോ, മിസ്റ്റർ ഗ്യാങ്സസ് ആണോ സംസാരിക്കുന്നത്? സോറി സാർ, സാർ റോങ് നമ്പറാ വിളിച്ചിരിക്കുന്നേ. ഐ ആം സോറി. അതൊന്നും കുഴപ്പമില്ല സാർ.
ഇത്രയും വലിയ തലയിൽ അതിനേക്കാളും വലിയ ചെവി വെച്ചിരിക്കുന്നു. പക്ഷെ രണ്ടും പ്രവർത്തിക്കുന്നില്ലല്ലോ. എങ്ങനെയാടാ നീ ഇത്രയും വലിയ മണ്ടനായത്? എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഈ സ്ഥലത്ത് മയാമി ഇന്ത്യൻസ് ഉണ്ടെന്നർത്ഥം. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഇതിലെന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്ക്. എനിക്ക് ഒരു സമയത്ത് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല. ഹോ, നിന്റെ അടുത്ത് ഇത്ര നേരം സംസാരിക്കുന്ന വലിയ കാര്യം. എന്റെ ട്രീറ്റ്മെന്റ് ശരിയാവും. ഓക്കെ, ഇനി ശരിയാവും. നീ വായിക്കും മോബി. നമ്മൾ വന്ന വഴിയിൽ തീർച്ചയായും കടലിനെ നോക്കി ഒരു പാറയുണ്ട്. ആ പാറ പൂച്ചയുടെ രൂപത്തിലായിരിക്കും. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടായിരുന്നോ? അവിടെ ഇരിപ്പുണ്ട്, നോക്ക്. ആ മല കടക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല, വളരെ പ്രയാസമേറിയതാണ്. ഇനി നമുക്ക് ആ മല കടക്കാൻ സാധിച്ചുവെങ്കിൽ അതിനുശേഷം മാജിക് ലാൻഡിലെത്താൻ സാധിക്കും. നമുക്ക് വെറുതെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഭേദം അവിടെ പോയി. ഓ, അതിനൊന്നും ചാൻസേ ഇല്ല. ആ മാജിക് ലാൻഡിൽ ധാരാളം ഡ്രസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തോന്ന് ഡ്രസ്സോ? വർണ്ണപക്ഷികളുടെ തൂവൽ ഉപയോഗിച്ചുണ്ടാക്കിയ തൊപ്പികൾ ഓ, ഉണ്ടത്രേ. അപ്പൊ എനിക്ക് എങ്ങനെ അവിടെ പോയിക്കാൻ സാധിക്കുക? നീ ടയേർഡാണെന്ന് മനസ്സിലായ മഞ്ഞക്കിളി, പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഓ, ഈ കാട്ടിനുള്ളിൽ എങ്ങനെയാ നീ ബസ് ഉണ്ടോന്ന് ചോദിക്കുന്നത്? ഇത് കുറച്ച് ഓവറാന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? അയ്യോ, എന്തൊരു സ്പീഡ്! അയ്യോ, എനിക്ക് പേടിയാവുന്നു. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് തല. ഈ കോസ്റ്റ്യൂം എല്ലാം ഇട്ടതിന് ശേഷം എന്റെ സൗന്ദര്യം കുറെ കൂടി കൂടിയല്ലേ? നിങ്ങൾ തന്നെ പറ. ആരും എന്നെ കണ്ട് മയങ്ങി പോകരുത്, കാരണം ഇത് വെറും പരസ്യം മാത്രമാണ്. അത് കണ്ടോ, അവിടെ ഒരു പാരച്യൂട്ട്. അപ്പൊ പൈലറ്റ് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ആ ഫ്ലൈറ്റിനകത്തുള്ള റേഡിയോ ശരിയാക്കിയാൽ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും തോന്നുന്നു. ആ മനോഹരമായ തൊപ്പി കണ്ടുപിടിക്കുന്നതിന് പകരം ഇവരെന്താ റേഡിയോ ശരിയാക്കുന്നത്? നിനക്കിത് ശരിയാക്കാൻ അറിയാമോ മോബി? പിന്നെന്താ? ഇതിലൊരു ചിപ്പ് മിസ്സായിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. നോക്ക് മോബി, ആ കാണാനില്ലെന്ന് പറഞ്ഞ ചിപ്പ് എങ്ങനെ ഉണ്ടാവും? അത് കാണാൻ ഒരു കുതിരലാടം പോലെ ഉണ്ടാകും. അതില് ചുവന്ന കളറിൽ 4 ബട്ടൺസ് ഉണ്ടാകും. നീ എന്താ പറയാ? ഗോൽമാൽ, അത് വൺ വേ കൂടെ പോകാൻ പാടില്ലെന്ന് ട്രാഫിക് പോലീസുകാരൻ പറഞ്ഞു. ശരി, നീ വെറുതെ ശബ്ദം ഉണ്ടാക്കാതെ. അവിടെ ഒരു തിമിംഗലമുണ്ട്. ഞാനിപ്പോൾ എന്റെ പീരങ്കി ഉപയോഗിക്കും. അങ്ങനെ തിമിംഗലത്തിനെ ഞാൻ പിടിക്കും. ഹായ് ക്യാപ്റ്റൻ, നിങ്ങൾ മിസ് ചെയ്തു. നിങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു പാറയാണ്. അതെയോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇതാ എന്റെ കയ്യിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാൻ തീർച്ചയായും തിമിംഗലത്തിന് പിടിക്കും. മതിയായല്ലോ. ഓക്കെ ആഞ്ചലോ, ഇനി ഞങ്ങളെ കരയ്ക്ക് കൊണ്ടുവിട്. ഓക്കെ. അതിനുശേഷം എന്തായെന്നോ? അവരെല്ലാരും സന്തോഷമായിട്ട്. നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നതിന് ഇനിയും കുറെ സമയം എടുക്കുന്നു തോന്നുന്നു ഫ്രണ്ട്സ്. കാരണം ശക്തിയായിട്ട് അലയടിക്കുന്നുണ്ട്. നല്ല ഐഡിയ ആണ് മഞ്ഞക്കിളി. നമുക്ക് ഈ ബീച്ചിൽ പന്ത് കളിക്കാം. നിങ്ങൾ കളിക്ക്, ഞാൻ പോയി ബുക്കൊന്ന് വായിച്ചു തീർക്കട്ടെ. കളി തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് ടീം സെലക്ട് ചെയ്യാം. ഞാൻ ഈവൻ എടുക്കാം. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഓഡ് നമ്പർ എടുത്തോളാം. ഉറപ്പാണോ? ഈവൻ ഞാൻ എടുത്താൽ ഓഡ് നമ്പർ നീ തന്നെ എടുക്കണം. അതറിയില്ലേ? 1 2 3 4 3 7. അപ്പൊ ഞാനാണ് വിൻ ചെയ്തത്. ആഹാ, താങ്കൾ ഒരു ചാമ്പ്യൻ ആണോ? എങ്കിൽ താങ്കൾക്ക് തീർച്ചയായും പോവാം. ഇതിനകത്ത് പെയിന്റ് ഉണ്ട്. പെയിന്റ് ചെയ്യാനുള്ള ബ്രഷസ് ഇനി തന്നെ വെച്ചോട്ടെ. ഇതാണ് ഫോഴ്സ് പൈപ്പ്. ഇത് നീ തന്നെ വെച്ചോണേ മോബി. എല്ലാം ശ്രദ്ധയോടെ വേണം. ചെവിയ, നീ എന്റെ കൂടെ വാ. ഓക്കെ. ഇപ്പോൾ ആ തിമിംഗലത്തിന് പിടിക്കാനുള്ള സമയമായി. നമ്മുടെ കയ്യിൽ ഇനിയും 2 വെടിയുണ്ടകൾ ബാക്കിയുണ്ട്. എവിടെ പോയി കിടക്കുക? തുടങ്ങി എന്റെ കട്ടയും കൂടെ മുടങ്ങി. തിമിംഗലം, പെട്ടെന്ന് നിന്റെ മാസ്ക് എടുത്ത് വെക്ക ചെവിയ. ഇപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് ചാടാൻ പോവാണ്. ഈ മാസ്ക് ഇട്ടാലേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്നെ പോലെയുള്ള തീരന് അതിന്റെ ആവശ്യമില്ല. നീ വേണമെങ്കിൽ വെച്ചോ കേട്ടാ. ഗോൽമാൽ ഇപ്പോ ഈ വഴി തന്നെ വരും. അപ്പോൾ ആ തിമിംഗലം അവനെ കണ്ട് പേടിച്ച് ഈ വശത്തേക്ക് വരും. ഞാൻ ഉടനെ അതിനെ പിടിക്കും. ഇത്രയും നേരം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അവൻ എത്തേണ്ട സമയം കഴിഞ്ഞുവല്ലോ.
എന്തോന്നാ അത്? നീ ഇവിടെ എന്ത് ചെയ്യും? എന്താണോ പതിവ് പോലെ നങ്കൂരിടാൻ നീ മറന്നുപോയി, അത്ര തന്നെ. പേടിക്കണ്ട, ഞാനാ. എല്ലാരും വരൂ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എല്ലാവർക്കും പ്ലാൻ മനസ്സിലായല്ലോ. ഇനി എല്ലാരും അവരവരുടെ പൊസിഷനിലേക്ക് പൊയ്ക്കോളൂ. പിന്നെ ആരും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരുത്തരം ഞാൻ ഒതുക്കിക്കോളാം. തനിച്ച് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെവിയ. ഒരുമിച്ച് നിന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ശരി, ഞാൻ പറഞ്ഞതുപോലെ നീ ഈ വശത്തേക്ക് പോകും. നമ്മൾ രണ്ടുപേരും ഒന്നു ചേരുന്ന സ്ഥലം ആ തിമിംഗലമുള്ള സ്ഥലം, മനസ്സിലായോ? ഹലോ സാർ, എങ്ങോട്ടാ പോകുന്നത്? ഈ ദ്വീപിന്റെ മറ്റേ അറ്റത്തോട്ട് പോവാ. ആദ്യ സൈൻ ബോർഡ് നോക്ക് സാറേ. ഇത് പോകാൻ പാടില്ലെന്നുള്ള ബോർഡല്ലേ? ആഹാ, സിഗ്നൽ എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാലോ. ദ്വീപിന്റെ ആ ഭാഗത്ത് പോകണമെങ്കിൽ വേറെ വശത്തൂടെയാണ് പോകേണ്ടത്. കണ്ടാൽ ജീനിയസിനെ പോലുള്ള താങ്കൾക്ക് ഈ വഴിയിലൂടെ പോകാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾ ഇപ്പൊ എന്നെ ബുദ്ധിശാലിന്നാണോ പറഞ്ഞത്? അതെ, എന്താ ചോദിച്ചത്? അല്ല, നിങ്ങൾ ആ തിമിംഗലത്തിനെ പിടിക്കാൻ വന്നതാണോ? എന്തോന്ന് തിമിംഗലോ? അല്ല, ഞാനേ ആക്ച്വലി ഞാനൊരു സ്പോർട്സ് താരമാണ്. അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ഈ ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. അതൊന്നും എനിക്കറിയണ്ട. എന്നെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞത് 7 ഈവൻ നമ്പർ ആണെന്നാണ്. ഞാൻ മഞ്ഞക്കിളി എടുത്തോളാം. ഞാനിപ്പോ ആരെയാ സെലക്ട് ചെയ്യുന്നത്? ഞാൻ ലിയ എടുത്തോളാം. അപ്പൊ ഞാൻ ആരുടെ ടീമില്ല? നീ 2 ടീമിന്റെയും സ്കോർ നില എഴുത്. നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നിനക്ക് ബോൾ പറക്കാനുള്ള ചാൻസ് തരാം. അപ്പൊ ഞാനും ടീമിലുണ്ടല്ലേ? ഇല്ല ചെവിയ, ബോൾ നിന്റെ അടുത്ത് വന്നാൽ മാത്രം നീ ഞങ്ങൾക്ക് എറിഞ്ഞു തന്നാ മതി. ഇത് എന്റെ ടേൺ ആണേ. വൗ, സൂപ്പർ ഷോട്ട്. മഞ്ഞക്കിളി, ഇനി നീ കളിക്ക്. ഞാൻ നോക്കിക്കളാം മഞ്ഞക്കിളി. ഓ, നിന്റെ സെൽഫോൺ ഓഫ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? മോബി ചെറുപ്പത്തിൽ സെൽഫോൺ വിളിക്കില്ലേ, അതിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഓ, എന്താ മെസ്സേജ് നോക്കാം. പെട്ടെന്ന് ആ ഫോൺ എടുത്ത് സംസാരിക്കാം. ഹലോ, മിസ്റ്റർ ഗ്യാങ്സസ് ആണോ സംസാരിക്കുന്നത്? സോറി സാർ, സാർ റോങ് നമ്പറാ വിളിച്ചിരിക്കുന്നേ. ഐ ആം സോറി. അതൊന്നും കുഴപ്പമില്ല സാർ. ഇത്രയും വലിയ തലയിൽ അതിനേക്കാളും വലിയ ചെവി വെച്ചിരിക്കുന്നു. പക്ഷെ രണ്ടും പ്രവർത്തിക്കുന്നില്ലല്ലോ. എങ്ങനെയാടാ നീ ഇത്രയും വലിയ മണ്ടനായത്? എന്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഈ സ്ഥലത്ത് മയാമി ഇന്ത്യൻസ് ഉണ്ടെന്നർത്ഥം. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഇതിലെന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്ക്. എനിക്ക് ഒരു സമയത്ത് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല. ഹോ, നിന്റെ അടുത്ത് ഇത്ര നേരം സംസാരിക്കുന്ന വലിയ കാര്യം. നിനക്ക് എന്റെ ട്രീറ്റ്മെന്റ് ശരിയാവും. ഓക്കെ, ഇനി ശരിയാവും. നീ വായിക്കും മോബി. നമ്മൾ വന്ന വഴിയിൽ തീർച്ചയായും കടലിനെ നോക്കിയ ഒരു പാറയുണ്ട്. ആ പാറ പൂച്ചയുടെ രൂപത്തിലായിരിക്കും. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടായിരുന്നോ? അവിടെ ഇരിപ്പുണ്ട്, നോക്ക്. ആ മല കടക്കുന്നത് ഒരു സാധാരണ കാര്യമല്ല, വളരെ പ്രയാസമേറിയതാണ്. ഇനി നമുക്ക് ആ മല കടക്കാൻ സാധിച്ചുവെങ്കിൽ അതിനുശേഷം മാജിക് ലാൻഡിൽ എത്താൻ സാധിക്കും. നമുക്ക് വെറുതെ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഭേദം അവിടെ പോയി. ഓ, അതിനൊന്നും ചാൻസേ ഇല്ല. ആ മാജിക് ലാൻഡിൽ ധാരാളം ഡ്രസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തോന്ന് ഡ്രസ്സോ? വർണ്ണപക്ഷികളുടെ തൂവൽ ഉപയോഗിച്ചുണ്ടാക്കിയ തൊപ്പികൾ ഓ, ഉണ്ടത്രേ. അപ്പൊ എനിക്ക് എങ്ങനെ അവിടെ പോയിക്കാൻ സാധിക്കുക? ഞാൻ പറയുന്നത് താനങ്ങ് അനുസരിച്ചാൽ മതി. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഇത് കത്തിച്ച് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നശിപ്പിക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ ബോംബ് വെക്കാൻ പോവുകയാണ്. എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും നമുക്ക് തടയണമല്ലോ. അതിനുള്ള എന്തെങ്കിലും ഒരു വഴി ഇതിനകത്ത് തന്നെ കാണും. വാ, നമുക്കിത് എടുത്തോണ്ട് പോയി നോക്കാം. പെട്ടെന്ന് എടുക്കടാ. ഓ, എന്റെ തലവിധി. എല്ലാം കത്തി തീരട്ടെ. അതിനു മുമ്പ് ഞാൻ രക്ഷപ്പെട്ടോട്ടെ. അയാളിത് കത്തിച്ചു കഴിഞ്ഞു പൊട്ടുന്നതിന് മുമ്പ് നമുക്കിത് അണയ്ക്കണം. ഇനി ഇതിനകത്തുള്ള പടക്കങ്ങൾ പൊട്ടിച്ച് കസ്റ്റംസ് ഓഫീസർക്ക് നമുക്ക് സിഗ്നൽ കൊടുക്കാം. ആരെങ്കിലും എത്താതിരിക്കില്ല. ആരും അനങ്ങരുത്. സൺറാകുന്നതാണ് നല്ലത്. നിങ്ങൾ കള്ളക്കടത്തുകാരാണല്ലേ? നോ, ഞങ്ങൾ അത്രക്കാരല്ല. നിങ്ങൾ വെറുതെ ഞങ്ങളെ സംശയിക്കരുത്. അല്ല, ഇയാൾ പറയുന്നത് കള്ളമാണ്.
ഈ കപ്പല് നശിപ്പിച്ചതിലുള്ള കള്ളക്കടത്ത് സാധനങ്ങളായി രക്ഷപ്പെടാനായിരുന്നു ഇയാളുടെ പ്ലാൻ. വെറുതെ അനാവശ്യം പറയരുത്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന് വേണ്ട തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. മെറീന, അതെടുത്തോണ്ട് വരൂ. എത്രയും പെട്ടെന്ന് ഇത് കത്തിച്ച് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നശിപ്പിക്കണം. മനസ്സിലായി മിസ്റ്റർ കപ്പിത്താൻ. ഇതിൽ കൂടുതൽ തെളിവുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. നിനക്കൊക്കെ വച്ചിട്ടുണ്ടോ? ഞാൻ പുറത്തിറങ്ങട്ടെ. പിന്നെ തിരിച്ചിറങ്ങിയിട്ട് വേണ്ടേ? ഏതാണാടാ നമ്മുടെ ഏരിയയിൽ ഈ ബോട്ട് കൊണ്ടിട്ടിരിക്കുന്നത്? അതിൽ നമുക്ക് കഴിക്കാനുള്ളത് വല്ലതും കാണുമായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല ബോസ്. പിന്നെ ആ ബോട്ട് ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതാണെന്ന് തോന്നുന്നു. ശരി, വാ, ആ ബോട്ടിൽ എന്താണെന്ന് പോയി നോക്കാം. ഞാനും കൂടെ വന്നല്ലേ പറ്റൂ. അതിനകത്ത് ആൾക്കാരും ഇല്ലെങ്കിൽ ഉള്ള എന്താന്ന് വെച്ച് എടുത്ത് കഴിക്കായിരുന്നു. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പോകുന്നതേ വേസ്റ്റ് ആയിപ്പോ. വരാതെ പറ്റില്ലല്ലോ. ഒരു കുന്തോ ഇല്ല. ആദ്യമേ പറഞ്ഞില്ലേ കുന്തോ ഇല്ലെന്ന്. ഒന്ന് മിണ്ടേരടേ. ഈ ബോട്ടിൽ നിന്ന് ചെറിയ ചെറിയ ജീവികൾ നടന്നു പോയതിന്റെ കാൽപാദങ്ങൾ കാണുന്നുള്ളൂ. ഓ ചുമ്മാതെ. നീ ഒന്ന് മിണ്ടായിരിക്കും. എന്റെ കൂടെ വന്നാ മതി. ബോസ് പോകുന്നിടത്തൊക്കെ എനിക്ക് വന്നല്ലേ പറ്റൂ. അവരിവിടെ എവിടെയോ തീർച്ചയായിട്ടും ഉണ്ടാവും. കാൽപാദങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ അവരിവിടെ എവിടെയോ തന്നെ ഉണ്ടാവും. എനിക്ക് മണം പിടിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. വായിക്ക് രുചിയായിട്ടല്ലോ കഴിച്ചിട്ട് എത്ര നാളായി. ഞാനും ഒരു കാര്യം ചെയ്യാം. മരത്തിന്റെ മുകളിൽ കയറി അവ എവിടെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അത് നല്ല ഐഡിയ ആണ്. എന്റെ കയ്യിലുള്ള ഈ സ്പ്രിങ് വെച്ച് മരത്തിന്റെ മുകളിൽ നമുക്ക് പെട്ടെന്ന് കയറാം. അവര് മരത്തിന്റെ താഴെയാണെങ്കിലോ? അനാവശ്യമായിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഈ മരത്തിന്റെ മുകളിൽ ഇരുന്നപ്പോ എന്തൊരു കാറ്റല്ലേ? നിങ്ങൾക്കാർക്കും അങ്ങനെ തോന്നുന്നില്ലേ? അവരിതാ പോകുന്നു. ഞാൻ ചാടാൻ പോവാ. ചാടുന്നതൊക്കെ കൊള്ളാം. മുതുകടിച്ച് വീഴരുതേ. ബാലൻസ് പോയി. എടാ മരക്കെഴുതേ, ചാടുന്നതിന് മുമ്പ് പറയണ്ടേ എന്റെ കാലിൽ സ്പ്രിങ് ഉണ്ടെന്ന്. നരി പറക്കുന്നത് തന്നെ അതിശയാ. കൂടാതെ തന്നെ വാലിനോട് സംസാരിക്കാൻ ചെയ്യുന്നു. ഞാൻ സ്വപ്നം കാണുകയാണോ? നമ്മൾ തുർക്കി കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാർക്കോ പോൾ ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചത്. മാർക്കോ പോളോ ആരാ? പോളോ കഴിച്ചിട്ട് മാർക്കിടുന്ന ആളാണോ? നീ പോളോ ടീഷർട്ട് കണ്ടിട്ടുണ്ടോ? അതെല്ലാം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. അപ്പൊ അയാൾ ടീഷർട്ടും കണ്ടുപിടിച്ചോ? അത് കണ്ടോ? നമ്മൾ അന്വേഷിച്ചു വന്ന സ്ഥലം ഇതാണ്. ഒരു കാലത്ത് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. നമുക്കിനി എങ്ങോട്ടാ പോകേണ്ടത്? ഇത്രയും ദൂരം വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. കൊള്ളാം. ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാനാണ് നന്നായിരിക്കുന്നതല്ലേ? അപ്പൊ അത്രയും ദൂരം നടന്നു പോണെന്നാണോ? ഞാനങ്ങ് വരുന്നില്ല. പേടിക്കണ്ട സിനി, നിനക്ക് വേണ്ടി ഞാനൊരു വാഹനം റെഡിയാക്കുന്നുണ്ട്. നമുക്ക് ജോളിയായിട്ട് പോവാം. സസ്പെൻഷൻ ഇല്ല, സ്റ്റിയറിംഗ് ഇല്ല, ഹോൺ ഇല്ല. ഒരു നല്ല വണ്ടി കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. എന്റെ കാല് തന്നെയാണ് സസ്പെൻഷൻ. നീ പേടിക്കാതെ സിനി. അപ്പൊ ഇനിയിപ്പോ എങ്ങനെ പോകുന്ന? നീ സീറ്റ് ബെൽറ്റ് കെട്ടിക്കോ. അവരെക്കാൾ മുമ്പേ ഞാൻ നിന്നെ കൊണ്ടെത്തിക്കാം. നിന്നെ എന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടുപോകരുത്. നിന്നെ ഞാൻ വലിച്ചു കീറി വെക്കും. എന്നെ എത്ര പേര് വണ്ടി പോവാൻ വിളിച്ചതാ. ഞാൻ പോവാത്തത് കൊണ്ടല്ലേ. നിന്റെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. 2, മര്യാദക്ക് എന്നെ ഇവിടുന്ന് എണിയിപ്പിച്ച് വിട്. ആളുകളെ കണ്ടപ്പോ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒന്ന് എണിയിപ്പിക്കടാ. പിന്നെ 3, ചെവി കേക്കില്ലല്ലോ. ഇത്ര നേരം ഞാൻ പറയുന്ന ഒന്നും നീ കേൾക്കുന്നില്ല. ഇത്രയും വലിയ കാലം വെച്ചോണ്ട് നിനക്കൊരു അല്പമെങ്കിലും സെൻസ് ഉണ്ടോ? ദേഷ്യം വരുന്നോ സിനി? ദേഷ്യം വരുന്നോന്നോ? എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് അവൻ നിൽക്കുന്ന കണ്ടില്ലേ? അവന്റെ ഉണ്ട കണ്ണും വെച്ചോണ്ട്. നീ ഒരു ദുഷ്ടനാ. നീ വെറുതെ പ്രാവാതെ. നിന്റെ സമയം കൊള്ളാന്ന് മാത്രം നീ വിചാരിച്ചാ മതി. ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ആരാ അവിടെ ശബ്ദം ഉണ്ടാക്കുന്നത്? അതാരായിരിക്കും? ഇപ്പൊ തന്നെ ഞാൻ പോയി ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. പിന്നല്ലാതെ ഞാനാണ് റോക്കോ. നിങ്ങൾ എന്റെ ഈ സാഹസം കണ്ടില്ലേ? ഇനിയെങ്കിലും മനസ്സിലാക്കൂ ഞാൻ ആരാണെന്ന്. ഓ, ഈ പൈലറ്റ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും സാഹസം ചെയ്യുന്നതിൽ ഞാൻ തന്നെയാണ് സൂപ്പർ സ്റ്റാർ. ഓ, ഞാൻ ജനിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു സാഹസ വീരനെ കണ്ടിട്ടേ ഇല്ല.
അവനാണോ ഞാനാണോ എന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഓ, ഇത്രയും സുന്ദരനായ നിങ്ങൾ ആരാണ്? നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കാം. ഓ, ഞാൻ റെഡി. അതിനു മുമ്പേ ഈ പറക്കുന്ന മുയലിനെ തോൽപ്പിക്കണം തമ്പി.